ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം ചതുർദശ സർഗ, രണ്ടാമത്തെ ഭാഗം. അശോകവനികാ പ്രവേശം. ഹനുമാൻ അശോകവനത്തിൽ സീതയെ തെരയുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 30 വരെ ശ്ലോകങ്ങൾ വായിച്ചു. ഇനി 31-ാമത്തെ ശ്ലോകം. തസ്മാത് അദൂരാത് പദ്മിന്യോ നാനാദിജഗണായുധാഃ ദദർശ ഹരിശാർദൂലോ ഹനുമാൻ മാരുതാത്മജ കൃത്രിമാം ദീർഘികാം ചാപി പൂർണ്ണാം സീതേന വാരിണ മണിപ്രവരശോഭാനാം മുക്താസികതശോഭിതാം വിവിധേ മൃഗസംഘൈശ്ച വിചിത്രാം ചിത്രകാനനാം പ്രാസാദേ സുമഹദ്ഭിശ്ച നിർമ്മിതാം വിശ്വകർമ്മണ കാനനേ ഋതുമേശ്ചാപി സർവതഃ സമലങ്കൃതാം. അമൃതതുല്യമായ വെള്ളം നിറഞ്ഞൊഴുകുന്ന ചെറുപുഴകൾ, അവ വന്നു ചേരുന്ന നീരാഴികൾ, അവയുടെ തീരങ്ങളിൽ തിങ്ങി നിൽക്കുന്ന പലതരം വൃക്ഷങ്ങൾ, കൽപ്പകവൃക്ഷങ്ങളും പലതരം ലതകളും ചെടികളും നിറഞ്ഞ ഉദ്യാനങ്ങൾ എന്നിവ അശോകവനത്തിന് അപൂർവ ചാരുത നൽകിയിരുന്നു. ഹനുമാൻ എല്ലാം നടന്നു കണ്ടു. ഏകേജിപാദവാസ്തത്ര പുഷ്പോ ഭഗഫലോപക സച്ഛത്ര സവിദർദിക സർവേ സൗവർണവേദികാഃ. അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങളെല്ലാം പുഷ്പഫല സമൃദ്ധങ്ങളായിരുന്നു. ഭംഗിയുള്ള അലങ്കാരങ്ങളും ഉയർന്ന തറകളും സ്വർണമയമായ പടിക്കെട്ടുകളും അവയുടെ പ്രത്യേകതകളായിരുന്നു. ലതാവിധാനേ ബഹുബി പർണൈശ്ച ബഹുവിവൃതാം കാഞ്ചനീം ശംശുഭാമേഘാം ദദർശ ഹനുമാൻ ഗവിഃ വൃതാം ഹേമമയീഭിസ്തു വേദികാഭിഃ സമന്തത. നിരവധി വള്ളിപ്പടർപ്പുകളാലും തഴകളാലും ചുറ്റപ്പെട്ടതും പൊന്മയമായ തറകളോട് കൂടിയതും സ്വർണ്ണ നിറമുള്ളതുമായൊരു ശിംശുഭാവൃക്ഷം ഹനുമാൻ കണ്ടു. സോ അപശ്യത് ഭൂമിഭാഗാംശ ഗർത്തപ്രസവണാനിജ സുവർണവൃക്ഷാനപരാൻ ദദർശ ഗിരിസന്നിഭാൻ. അദ്ദേഹം താഴ്വരകളിലുള്ള ഉറവുകളെയും വെളിമ്പ്രദേശങ്ങളെയും കണ്ടു. കൂടാതെ പർവ്വതതുല്യങ്ങളായ സ്വർണവൃക്ഷങ്ങളെയും കണ്ടു. തേഷാം ദ്രുമാണാം പ്രഭയാ മേരോരിവ മഹാകവിഃ അമന്യത്ര തഥാ വീര കാഞ്ചനോസ്മി ദിവാനര. ആ വൃക്ഷങ്ങളുടെ മേരുപർവ്വത സന്നിഭമായ കാന്തിയാൽ താൻ കാഞ്ചനവർണ്ണനായി തീർന്നിരിക്കുന്നു എന്നപ്പോൾ ഹനുമാനു തോന്നി. മഹാമേരു കാഞ്ചനപർവ്വതമാണ്, അതിൻ്റെ കാന്തിയാണ് ശിംശുഭാവൃക്ഷത്തിന് ഉള്ളതത്രേ. താം കാഞ്ചനേസ്തരൂഗണേ മാരുതേന ജവീജിതാം കിങ്കിണീശത നിർഘോഷാം ദൃഷ്ട്വാ വിസ്മയമാഗമത്. കാറ്റേറ്റ് ഇളകുമ്പോൾ പുറപ്പെടുന്ന കിങ്ങിണീനാദത്തോടും സ്വർണവർണ്ണമുള്ള മറ്റു വൃക്ഷങ്ങളോടും കൂടിയ ആ ശിംശുഭാവൃക്ഷം കണ്ട് ഹനുമാൻ ആശ്ചര്യപ്പെട്ടു. സ പുഷ്പിതാഗ്രാം രുചിരാം തരുണാങ്കുരവല്ലവാം താമാരുഹ്യ മഹാവേഗ ശിംശുഭാം പർണസമൃതാം ഇതോ ദ്രക്ഷ്യാമി വൈദേഹിം രാമദർശനലാലസാം ഇതശ്ചേതശ്ച ദുഃഖാർത്താം സമ്പദന്തിം വിദൃച്ഛയാ. ഇലയും തളിരും തിങ്ങി മുട്ടുകളും വികസിത പുഷ്പങ്ങളും നിറഞ്ഞ ശിംശുഭാവൃക്ഷത്തിൽ കയറിയിരുന്നു കൊണ്ട് മഹാവേഗവാനായ ഹനുമാൻ ഇപ്രകാരം ചിന്തിച്ചു. സദാ രാമദർശനം മാത്രം ആഗ്രഹിച്ചിരിക്കുന്നവളും യദൃച്ഛയായി ഇവിടേക്ക് വരാൻ ഇടയുള്ളവളും ദുഃഖാർത്ഥയുമായ വൈദേഹിയെ ഇവിടെ വെച്ച് എനിക്ക് കാണാൻ അവസരമുണ്ടാകും. അശോകവനികാജേയം ദൃഢം രമ്യ ദുരാത്മനഃ ചന്ദനേ ശംഭകേശ്ചാഭി ബഹുളേശ്ച വിഭൂഷിത. ദുരാത്മാവായ രാവണന്റെ ഈ അശോകവനികയാകട്ടെ ചന്ദനം, ചമ്പകം, എരഞ്ഞി എന്നീ വൃക്ഷങ്ങളാൽ അലങ്കൃതവും ഏറ്റവും സുന്ദരവും ആയിരിക്കുന്നു. ഇയം ച നളിനി രമ്യാദിജസംഘനിഷേവിത ഇമാം സാരാജമഹിഷി നൂനമേഷ്യതി ജാനകി. പക്ഷി സമൂഹത്താൽ നിറയപ്പെട്ട ഈ താമരപ്പൊയ്ക അതിമനോഹരം തന്നെ. രാമപത്നിയായ ജാനകി ദേവി തീർച്ചയായും ഇവിടെ വന്നു ചേരും. സ രാമാരാജമഹിഷി രാഘവസ്യ പ്രിയാ സതി വനസഞ്ചാരകുശല നൂനമേഷ്യതി ജാനകി. വനവാസാനുഭവമുള്ള തദീരത്നമായ സീതാദേവി തീർച്ചയായും ഇവിടെ വന്നു ചേരും. രമ്യഭൂഭാഗ ഭംഗികൾ ഹരിക്കുമാരെയും എന്നുണ്ടല്ലോ. സീതയ്ക്ക് വനസൗന്ദര്യവും പ്രകൃതിയും പുഷ്പലതാദികളുമെല്ലാം അതിലേറ്റ ആനന്ദം നൽകിയിരുന്നതാണല്ലോ.
ശത്രുരാജ്യമാണെന്ന കാര്യം പോലും മറന്ന് സീത അശോകവനികയിലേക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനായി വന്നേക്കാം എന്ന് ഹനുമാൻ വിഭാവനം ചെയ്യുകയാണ്. അഥവാ മൃഗശാപാക്ഷി മനസ്യാസ്യ വിചക്ഷണ വനമേഷ്യതി സായേഹ രാമചിന്താനുകർഷിത. സുന്ദരിയും രാമചിന്താനിരതയും ക്ഷീണഗാത്രിയും വനവാസാനുഭവമുള്ളവളുമായ സീതാദേവി ഒരു പക്ഷേ ഈ തോപ്പിലേക്ക് എഴുന്നള്ളിയേക്കാം. രാമശോകാഭിസന്തപ്ത സാ ദേവി വാമലോചന വനവാസേരതാ നിത്യം ഹൃഷ്യതേ വനചാരിണി. വിരഹദുഃഖത്താൽ വാടിയവളും സുന്ദരിയുമായ ദേവി വനവാസത്തിനുള്ള താല്പര്യത്താൽ ദിവസവും ഇവിടെ വരാൻ ഇടയുണ്ടെന്ന് കരുതുന്നു. വനേചരാണാം സതതം നൂനം സംബൃഹയതേ വര രാമസ്യ ദയിതാ ഭാര്യ ജനകസ്യ സുതാ സതി. സന്ധ്യാകാലവനാശ്യാമാ ധ്രുവമേഷ്യതി ജാനകി നദീം ചേമാം ശിവജലാം സന്ധ്യാർത്തേ വരവർണിനി. സുന്ദരിയും യൗവനയുക്തയും സതിയും രാമപത്നിയുമായ സീതാദേവി വനസഞ്ചാരത്തിൽ ഏറ്റവും തൽപരയാണ്. അതിനാൽ സന്ധ്യാവന്ദനത്തിനായി ശുദ്ധജലാപൂർണമായി നദിയിലേക്ക് അവർ വരാൻ ഇടയുണ്ട്. തസ്യാചാപ്യനുരൂപേയം അശോകവനികാ ശുഭ സ്നുഷായ പാർത്ഥിവേന്ദ്രസ്യ പത്ന്യാ രാമസ്യ ധീമത. രാമപത്നിയും ദശരഥന്റെ മരുമകളുമായ സീതാദേവിക്ക് ശുഭകരമായി അശോകവനം തികച്ചും അനുയോജ്യവും ആയിരിക്കുന്നു. യതി ജീവതി സാ ദേവി താരാധിപ നിപാനന ആഗമിഷ്യതി സാവശ്യം ഇമാം ശിവജലാം നദീം. ചന്ദ്രമുഖിയായ ദേവി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിർമ്മല ജലം നിറഞ്ഞൊഴുകുന്ന ഈ നദിയിലേക്ക് തീർച്ചയായും വരും. ഏവം തുമത്വാ ഹനുമാൻ മഹാത്മാ പ്രതീക്ഷമാണോ മനുജേന്ദ്രപത്നിം അപേക്ഷമാണശ്ച ദദർശ സർവം സുപുഷ്പിതേ പർണകനേ നിലീന. മഹാത്മാവായ ഹനുമാൻ അന്നേരം ഇങ്ങനെയെല്ലാം ആലോചിച്ചു. പിന്നീട് രാമപത്നിയെ പ്രതീക്ഷിച്ചുകൊണ്ട് നിറയെ പൂത്തു നിൽക്കുന്ന മരക്കൊമ്പിൽ ഇലച്ചാർത്തിനിടയിൽ മറന്നുവെന്ന് താഴോട്ട് നോക്കി എല്ലാം കണ്ടുകൊണ്ടിരുന്നു. സീതയെ അശോകവനത്തിൽ കാണുമെന്ന് അന്തരാത്മാവ് ഹനുമാനെ അറിയിച്ചതായിട്ട് വേണം ഇവിടെ കരുതാൻ. അന്തപുരത്തിലും മറ്റും സഞ്ചരിച്ച അദ്ദേഹത്തിന് സീതാദേവിയെ അവിടെ ഒന്നും കാണാൻ സാധ്യതയില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. അശോകവനികയിലാകട്ടെ തികച്ചും സാത്വികമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. ദുഃഖിതയാണെങ്കിലും ദേവി അവിടെ എത്തിച്ചേരാൻ ഇടയുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഹനുമാൻ അനുമാനിക്കുന്നു. ഇതോടുകൂടി 14ാമത്തെ സർഗം അവസാനിച്ചു. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ ചതുർദശ സർഗ 14ാം സർഗം സമാപ്തം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.